അതായത് നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിച്ച ബി എം എസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി വി രാധാകൃഷ്ണനാണ് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. ബി എം എസിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി സംഘടനയുടെ നിലപാട് വ്യക്തമാക്കിയത്. നരേന്ദ്രമോദി സർക്കാർ ആയാൽ പോലും തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ എതിർക്കുമെന്ന് വ്യക്തമാക്കിയ രാധാകൃഷ്ണൻ തൊഴിലാളികൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രംഗത്ത് വരണമെന്നും അഭ്യർത്ഥിച്ചു. ഏത് സർക്കാർ ആയാലും തൊഴിലാളി വിരുദ്ധ സമീപനമാണെങ്കിൽ ബി എം എസ് അതിനെതിരെ സമരരംഗത്തുണ്ടാകുമെന്നും ബി എം എസ് ദേശീയ ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. നമുക്ക് ആദ്യം അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം, അതിനുശേഷം അതിന്റെ വിശദമായ വാർത്തയിലേക്ക് എത്താം. തൊഴിലാളി പ്രശ്നങ്ങളെ ഒരുമിച്ച് നിൽക്കണം എന്ന നിലപാട് തന്നെയാണ് ബി എം എസ്. അത് യാതൊരു തർക്കമില്ല. സമരം ചെയ്യുകയാണെങ്കിൽ എല്ലാ ഗവൺമെന്റും സമരം ചെയ്യണം. അത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയാലും കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും BJP ഗവൺമെന്റ് ആയാലും തൊഴിലാളികൾക്ക് വെല്ലുവിളി എന്നാൽ ഒരുമിച്ച് നിൽക്കാനുള്ള വിശാല വീക്ഷണം ഈ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും മുന്നിൽ നിന്ന് ബി എം എസ് നയിക്കും. അതാണ് ബി എം എസ് നിലപാട്. ഇർഫാനാണ് പാലക്കാട് നമ്മളോടൊപ്പം ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം പലവട്ടം ഇപ്പോൾ ഇവിടെ രാജ്യത്തെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മോദി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധതയെക്കുറിച്ച്. പലതരത്തിലുള്ള സമരങ്ങൾ അതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അന്നൊക്കെ ഈ ബി എം എസ് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് കണ്ടത്. കാരണം അവർ BJPയുടെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു തൊഴിലാളി സംഘടനയാണ്. പക്ഷേ ഒടുവിൽ ഇതാ അവർക്ക് പോലും മോദി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടി വന്നു എന്ന ഇടത്താണ് രാജ്യത്ത് തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, തൊഴിലാളികൾക്ക് നേരെ കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങളടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകേണ്ടത്. അപ്പോൾ BJP അനുകൂല തൊഴിലാളി സംഘടനയ്ക്ക് പോലും സംസാരിക്കേണ്ടി വന്നു കേന്ദ്ര സർക്കാരിനെതിരെ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതിനപ്പുറം രാജ്യം ഇന്ന് അനുഭവിക്കുന്ന തൊഴിലാളി വിരുദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നുകൂടിയാണ് BMS സംസ്ഥാന പ്രസിഡന്റിന്റെ ഈ പരാമർശം. ഇർഫാൻ, ഇതാ BMS പോലും ഒടുവിൽ BJP സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരികയാണ്. തൊഴിലാളികൾ ഒരുമിച്ച് നിന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് നിന്ന് ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടണമെന്നാണ് BMS പറഞ്ഞു വയ്ക്കുന്നത്. ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തെ തൊഴിലാളികൾ BMS ഒഴികെയുള്ളവർ ഒരുപാട് സമരങ്ങൾ മോദി സർക്കാരിനെതിരെ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് നിന്ന് എത്രയോ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷിയായിരിക്കുന്നു. അന്നൊക്കെ പിന്തിരിഞ്ഞു നിന്നവരാണ് BMS. പക്ഷേ ഇപ്പോൾ അവർക്ക് പോലും പറയേണ്ടി വരികയാണ് തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് രാജ്യത്തുള്ളതെന്ന്. തീർച്ചയായിട്ടും മനു, നമ്മൾ ഈ പെരുന്നാളിൻ്റെ വാർത്തയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പെരുന്നാൾ എന്ന് പറയുന്ന പോലെയാണ് BMSൻ്റെ കാര്യം. ഏത് തൊഴിലാളി സമരം എടുത്താലും അല്ലെങ്കിൽ ഏത് രാജ്യത്തെ ഐതിഹാസികമായ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ എടുത്താലും BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ സംയുക്തമായാണ് സമരം സംഘടിപ്പിക്കുന്നത് എന്ന വാർത്തയാണ് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പോൾ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ BMSന് പോലും എന്താ പറയുക, എതിർത്ത് പറയാൻ കഴിയാത്ത രൂപത്തിൽ അല്ലെങ്കിൽ BMSന് പോലും വിട്ടു നിൽക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള തൊഴിലാളി വിരുദ്ധതയാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന ഒരു കാര്യം തന്നെയാണ് BMSൻ്റെ ഈ നിലപാട് പ്രഖ്യാപനത്തിൽ നിന്നും വ്യക്തമാവുന്നത്. എനിക്ക് തൊട്ടുപിന്നിലായി കാണുന്നത് ഇന്നലെ BMSൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം നടന്ന വേദിയാണ്. ഈ വേദിയിൽ നിന്നാണ് BMSൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വി രാധാകൃഷ്ണൻ ഇത്തരത്തിലൊരു നിലപാട് പ്രഖ്യാപിച്ചത്. നരേന്ദ്രമോദി സർക്കാർ ആയാൽ പോലും തൊഴിലാളി വിരുദ്ധത കാണിച്ചാൽ അതിനെതിരെ ശക്തമായ ഒരു നിലപാട് BMSന് എടുക്കേണ്ടി വരുന്നു എന്നുള്ളത്, അതിന് നിർബന്ധിതമാകുന്നു ആ ഒരു സാഹചര്യമാണ് രാജ്യത്ത് നിന്ന് നിലവിലുള്ളത് എന്ന ഒരു കാര്യം തന്നെയാണ്, ആ ഒരു സന്ദേശം തന്നെയാണ് ഈ നിലപാട് പ്രഖ്യാപനത്തിലൂടെ BMSൻ്റെ അഖിലേന്ത്യാ നേതാവ് പറഞ്ഞു വെക്കുന്നത്. രാജ്യത്ത് തൊഴിലാളി വിരുദ്ധത മാത്രമാണ് അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ മാത്രമാണ് BJPയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരും നടത്തുന്നത് എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, രാജ്യത്ത് അപ്രഖ്യാപിത നിയമന നിരോധനം ആണ് റെയിൽവേയിൽ ഉൾപ്പെടെ ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും നടക്കുന്നത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സ്വത്തുകളായ എല്ലാ കാര്യങ്ങളും കോർപ്പറേറ്റുകൾക്ക് വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് BMSൻ്റെ ഈ ഒരു നിലപാട് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ആ ഒരു സാഹചര്യത്തിലാണ് BMSൻ്റെ നിലപാടിന് ഒരു രാഷ്ട്രീയമായ പ്രസക്തിയുള്ളത്. BJPയുടെ തൊഴിലാളി സംഘടനയ്ക്ക് പോലും ഇപ്പോൾ അംഗീകരിക്കാൻ കഴിയാത്തത്ര തൊഴിലാളി വിരുദ്ധതയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് BMSൻ്റെ നേതൃത്വം, അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞു വെക്കുന്നത്. ഇതിനെതിരെ പാലക്കാട് നടക്കുന്ന ഈ നാളെയും മറ്റന്നാളുമായി അല്ലെങ്കിൽ ഇന്നും നാളെയും നടക്കുന്ന
സംസ്ഥാന സമ്മേളനത്തിലും ശക്തമായ ഒരു പ്രതിഷേധം ഉയരും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അധ്യക്ഷ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ BMS നേതാക്കൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തരം നയങ്ങളുമായി മുന്നോട്ട് പോയാൽ BMSന് പോലും എതിർത്ത് സമരം ചെയ്യേണ്ടി വരും എന്ന നിലയിലാണ് പറഞ്ഞു വെക്കുന്നത്. മുമ്പ് ഇദ്ദേഹം നമ്മുടെ AB വാജ്പേയിയൊക്കെ ഭരിച്ചപ്പോൾ പോലും BMS പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷവും ആ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്ത് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ എത്രയോ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. അന്ന് അതിനെ അപഹസിക്കുകയും അതിൽ നിന്ന് പിന്നോട്ട് നിൽക്കുകയും ചെയ്ത സംഘടനയാണ് BMS. അപ്പോൾ എന്തുകൊണ്ട് അന്ന് അവർ ഈ സമരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അല്ലെങ്കിൽ ആ സമരത്തെ ഒറ്റുകൊടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അവർക്ക് ഇന്ന് തൊഴിലാളികൾ ഒരുമിച്ച് നിൽക്കണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്ന് പറയാൻ എന്ത് ധാർമ്മികതയാണുള്ളത്? ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്ന തൊഴിലാളി സമരങ്ങളെയെല്ലാം അവഗണിച്ച ഒരു സംഘടന കൂടിയാണ് BMS. അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കണക്കിലെടുക്കണം. തീർച്ചയായിട്ടും തൊഴിലാളികളെ പല വിഷയങ്ങളിലും ഒറ്റുകൊടുത്ത ഒരു സംഘടന തന്നെയാണ് BMS എന്ന് പറഞ്ഞു വെക്കുമ്പോൾ പോലും അവർ ഇപ്പോൾ ഉയർത്തുന്ന ഒരു നിലപാടുണ്ട്. കാരണം തൊഴിലാളികൾ തങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കണം എന്ന നിലപാട് തന്നെയാണ് BMS ഇപ്പോൾ എടുക്കുന്നത്. അതല്ല എങ്കിൽ തങ്ങൾക്കൊപ്പം നിൽക്കാൻ തൊഴിലാളികൾ ഉണ്ടാവില്ല എന്നൊരു തിരിച്ചറിവാണ് തങ്ങളുടെ നേതൃത്വത്തിന് എതിരെ പോലും തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ BMS ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നത്. ഏതായാലും നാളെയും മറ്റന്നാൾ അല്ലെങ്കിൽ ഇന്നും നാളെയും നടക്കുന്ന സമ്മേളനങ്ങളിൽ ഈ ഒരു പൊതുസമ്മേളനം കഴിഞ്ഞ് പ്രതിനിധി സമ്മേളനം നടക്കാനിരിക്കുകയാണ്. ആ പ്രതിനിധി സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ ഇതിനെതിരെ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അത്തരമൊരു സൂചന തന്നെയാണ് നൽകുന്നത്. ശരി, വ്യക്തമാണ് കാര്യങ്ങൾ. ഏതായാലും BMSന്റെ വിമർശനം മോദി സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം നമുക്കറിയാം BMS എന്ന് പറയുന്നത് BJP അനുകൂല, സംഘപരിവാർ അനുകൂല തൊഴിലാളി സംഘടനയാണ്. പക്ഷേ അവർക്ക് പോലും വിമർശിക്കേണ്ടി വരുന്നു രാജ്യത്തെ തൊഴിലാളി വിരുദ്ധ സാഹചര്യങ്ങളെ എന്ന് പറയുമ്പോൾ. ഇത്രയും കാലം ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ മറ്റു തൊഴിലാളി സംഘടനകളും ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ശരിയായിരുന്നു എന്ന് അവർക്ക് കൂടി സമ്മതിക്കേണ്ടി വരികയാണ്. അപ്പോൾ നമ്മുടെ രാജ്യം നേരിടുന്ന തൊഴിലാളി വിരുദ്ധ സാഹചര്യത്തിൻ്റെ അളവ് അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ കാഠിന്യം എത്രമാത്രം ഉണ്ടെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.